اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഅരിഫുനാ ബിഹാ ഇയ്യാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ഖ ഖദ്രിക വമിഖ്ദാരികൽ അളീം. നമ്മളൊരുപാട് തവണ കേട്ട ഒരു വാക്കുണ്ട്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാടിയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അടുത്തവനാണ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയുണ്ടെങ്കിലും അല്ലാഹു നിങ്ങളോട് കൂടെയുണ്ട്. ഇതേ ഒരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മരണത്തിനെ കുറിച്ചാണ്. മരണമെന്ന് പറയുന്നത് നിങ്ങളെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ നിങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്തവനാണ്. അതേ ചൊയയുള്ളൊരു പ്രയോഗം അല്ലാഹു തആല നടത്തുന്നത് എവിടെയാണ്? മരണമെന്ന് പറയുന്നത് നിങ്ങളെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്. ഈ രണ്ട് ഖൗലുകളും എടുത്തു നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഒരാൾ എത്തണം. അള്ളാഹുവിൻ്റെ സുഹബത്ത് എന്നിൽ എത്രമാത്രം ഉണ്ട്? അല്ലാഹു തആല എൻ്റെ കണ്ട നാടിയേക്കാൾ അടുത്താണ് എന്ന് ഒരു അടിമ പഠിക്കുമ്പോൾ ആ ഒരു അടുപ്പുണ്ടല്ലോ, ആ അടുപ്പം നമുക്ക് ഓരോ തലത്തിലും മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നമുക്ക് വെളിപ്പെടുന്നുണ്ട്, അല്ലേ? ലാഹിറായിട്ട് വെളിപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഹഖീഖത്തിലേക്ക് ഒരാൾ എത്തുമ്പോൾ അപ്പോഴാണ് അള്ളാഹു അത്രമാത്രം എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എന്ത് ചെയ്യുക ഒരാളെത്തുക. അതെപ്പോഴാണ്? ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത മരണം ഒരാൾ പുൽകണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. സത്യത്തിൽ ഈ മരണം എന്ന് പറയുന്നത് എല്ലാവരും ഭയത്തോടു കൂടെ കാണുന്ന ഒരു വിഷയമാണ്, അല്ലേ? എല്ലാവരും ഭയത്തോടു കൂടെയല്ലാതെ മരണത്തിനെ കാണാറില്ല. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടുള്ളത് മരണത്തിനെ കുറിച്ചായിരിക്കും. നിരീശ്വരവാദിയാണ്, ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ പോലും അസ്വസ്ഥനാക്കുന്ന ഒരു കാര്യം ഏതാണ്? മരണമാണ്. പല ആളുകൾക്കും ആ മരണത്തിനെക്കുറിച്ച് മറക്കുമ്പോൾ പോലും ചില വിഷയങ്ങൾ അവനക്ക് വരുന്ന സമയത്ത് ആ മരണത്തിൻ്റെ ബോധ്യം അവനക്ക് പിന്നാലെ വരും. ചിലപ്പോൾ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ മരണമെന്ന യാഥാർത്ഥ്യം വല്ലാതെ അവനിലേക്ക് എത്തൂല. പക്ഷേ എന്തെങ്കിലും അല്ലാഹു തആല ചില പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അപ്പം തന്നെ എന്തു ചെയ്യും? ആ മരണബോധ്യത്തിലേക്ക് അവൻ ചിന്ത മടങ്ങിയെത്തും. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പൂർണ്ണമായി പ്രാപിക്കാനുള്ള ഒരു ബാബാക്കി അല്ലാഹു തആല വെച്ചത് മരണത്തെയാണ്. എന്തിനാ അല്ലാഹു തആല അങ്ങനെ വെക്കുന്നത്? ദുനിയാവ് എന്ന് പറയുന്നത് ഒരുപാട് ബന്ധങ്ങൾ കൂട്ടിയിണക്കിയ ലോകമാണ്. ഒരു വ്യക്തിയാകുമ്പോൾ ആ വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഉമ്മയോട് ബന്ധമുണ്ടാവും, ബാപ്പയോട് ബന്ധമുണ്ടാവും, സഹോദരന്മാരോട് ബന്ധമുണ്ടാവും, സഹോദരിമാരോട് ബന്ധമുണ്ടാവും. ആ ബന്ധം കഴിഞ്ഞ് സ്കൂളുകളിൽ അല്ലെങ്കിൽ മദ്രസകളിൽ ചേർക്കണ സമയത്ത് പിന്നെ അവനക്ക് എന്തായി? ബന്ധമൊന്നും കൂടി. പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ബന്ധം, ക്ലാസ്സിലുള്ള ഫ്രണ്ട്സുകളോട് ബന്ധമൊന്നും കൂടി. പിന്നെ ആ ബന്ധങ്ങൾ പിന്നെ എന്ത് ചെയ്യുക? കൂടി വരിക ചെയ്യുക. കുറേ അല്ല, പിന്നെ ഇങ്ങനെ കൂടി വരിക ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഓൻ്റെ ഉയർച്ചക്കനുസരിച്ചിട്ട് അവൻ്റെ കടയിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ആ കടയിലുള്ള സാധനങ്ങളോട് ബന്ധമായി, ആ ആൾക്കാരോട് ബന്ധമായി, അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ കോളേജിലേക്ക് അവൻ കിടക്കുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ കൂടുകയാണ്, സോഷ്യൽ മീഡിയ ബന്ധങ്ങളായി,
ഫ്രണ്ട്സായി. ഇപ്പോൾ ഈ അടുത്തൊരു പ്രസംഗം കേട്ട എന്താണ്, ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ആർക്കും നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ല, ഇൻസ്റ്റഗ്രാമിലാണ് ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് ഫ്രണ്ട്സുകൾ കൂടുതൽ. ഓൻ്റെ ഫ്രണ്ട്സുകളൊന്നും ഓൻ്റെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ എല്ലാവരും ഓൻ്റെ കൂടെ ഉണ്ടേനു. ഓൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ എല്ലാവരും ഓൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ബന്ധങ്ങൾ പിന്നെയും കൂടി, അല്ലേ? ബന്ധങ്ങൾ പിന്നെയും കൂടി. പിന്നെ അവനൊരു ജോലിക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലുള്ള ബോസിനോട് ബന്ധമായി, ഒപ്പം ജോലി എടുക്കുന്ന ആൾക്കാരോട് ബന്ധമായി, ഇനി ടീച്ചർ അല്ലെങ്കിൽ മാഷാകുകയാണ്, അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധങ്ങളായി. ബന്ധം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ എത്രയോ ബന്ധങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്, അല്ലേ? കുറച്ച് കഴിഞ്ഞ് ഓനെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിച്ച് എവിടെയോ നിൽക്കുന്ന ഒരു സ്ത്രീയുമായി ബന്ധമായി. ആ സ്ത്രീയിലൂടെ ആ സ്ത്രീയുടെ വീട്ടുകാരുമായി ബന്ധമായി, അവരെ കുടുംബക്കാരുമായി ബന്ധമായി, അല്ലേ? പിന്നെ ആ ബന്ധങ്ങൾ പിന്നെ കൂടെ, പിന്നെ അത് മക്കളായി എന്ന് പറഞ്ഞാൽ പിന്നെ സമ്പത്തിനോട് ബന്ധം വന്നു. സമ്പത്തിനോട്, സന്താനങ്ങളോട്, ഭാര്യയോട്, കുടുംബത്തിനോട്, സമൂഹത്തിനോട്, നാട്ടുകാരോട് ബന്ധങ്ങൾ ഇങ്ങനെ കൂടി അവൻ്റെ ഹൃദയം മൊത്തം ബന്ധങ്ങളാൽ നിറഞ്ഞു നിൽക്കണം, അല്ലേ? അപ്പം ആ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന്, ആ ബന്ധങ്ങളിൽ എപ്പോഴും ഇങ്ങനെ പിന്നാലെ പോയൊരു മനുഷ്യന് അള്ളാഹുവിലേക്കുള്ള ബന്ധത്തിന് ഇതൊക്കെ തടസ്സങ്ങളാണ്, അല്ലേ? എല്ലാവരും ഉള്ള കൽബിൽ ആര് പ്രവേശിക്കൂല? അള്ളാഹ് പ്രവേശിക്കൂല. എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹുവിൻ്റെ നൂറ് കടക്കുള്ളൂ. അത് ദുന്യാവിൽ വെച്ച് പൂർണ്ണമായി ഒരാൾക്ക് കഴിയുമോ? ഇല്ല. ഓനക്ക് ജീവൻ ഉണ്ടായിരിക്കെ അവനക്ക് എന്ത് ചെയ്യൂല? അള്ളാഹുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധത്തിന് സാധ്യമല്ല. ബന്ധം ഉണ്ടാവും. വലിയ വലിയ ഉന്നതമായ മക്കാമിലുള്ള ആളുകൾക്ക് അഭേദ്യമായ ബന്ധം ഉണ്ടാവും. അവർ അള്ളാഹുവിനോട് വളരെ കുർബാണ്. മനസ്സിലാവുണ്ടോ? നഫ്സിയായിട്ട് പറയണം, വളരെ കുർബാണ്. പക്ഷേ പൂർണ്ണമായ ബന്ധങ്ങൾ ഹഖീഖത്ത് നിലയ്ക്ക് വിച്ഛേദിക്കുമ്പോൾ മാത്രമേ അല്ലാഹു തആല ഞാൻ നിങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്താണ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഹൃദയബോധ്യം ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. അതിനെന്ത് വേണം? മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായേ തീരൂ. മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടായേ തീരൂ. മരണത്തോടുകൂടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. കഴിഞ്ഞ ബന്ധങ്ങൾ അവസാനിച്ചില്ലേ? പേര് പോലും മാറിയില്ലേ? മയ്യത്ത് എടുക്കട്ടെ, മയ്യത്ത് വെക്കട്ടെ, മയ്യത്ത് കുളിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന ആളെ എടുക്കട്ടെ, ഇന്ന ആളെ വെക്കട്ടെ എന്ന് ഇവിടെ പറച്ചിലുണ്ടോ? അബൂബക്കറിനെ എടുക്കട്ടെ, അബൂബക്കറിനെ ഖബർക്ക് വെക്കല്ലേ എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല. അവൻ്റെ പേര് പോലും മാറി. കാരണം എന്താ? മരണത്തോടു കൂടെ തന്നെ ജനങ്ങളെ മനസ്സിൽ നിന്ന് തന്നെ എന്തുപോയി? ആ ബന്ധം നഷ്ടപ്പെട്ടു. മയ്യത്ത് എന്ന് പറയുന്ന പേരിലേക്ക് അവനെ മാറ്റി. അവനൊരു നിർജീവമായ വസ്തുവാണ് എന്നതിലേക്ക് ജനങ്ങളുടെ മനസ്സ് പോലും അതിലേക്ക് പോയി. അപ്പം മരണം എന്ന് പറയുന്ന ആ പ്രതിഭാസത്തോടുകൂടെ ദുനിയാവിലുള്ള സകല ബന്ധങ്ങളും അല്ലാഹു തആല എന്ത് ചെയ്തു? വിച്ഛേദിച്ചു. ആ ബന്ധങ്ങൾ വിച്ഛേദിച്ചാൽ മാത്രമേ പരമ്പൊരുളാകുന്ന അള്ളാഹുവിലേക്കുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാഹു തആല മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസത്തിനെ അല്ലാഹു തആല വെച്ചത്. അല്ലാതെ ആ മനുഷ്യനെ എങ്ങോട്ടും പോണില്ല. എങ്ങോട്ടും പോകണുണ്ടോ? ഇല്ല. മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട് മനുഷ്യൻ എങ്ങോട്ടാ പോകണം? എങ്ങോട്ടും പോണില്ല. മനുഷ്യൻ എങ്ങോട്ടും പോണില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കളം മാറ്റി ചവിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ആ കളത്തുനിന്ന് വേറൊരു കളത്തിലേക്ക് പോയി എന്ന് മാത്രം. അതിനെന്തു വേണം? മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടായേ തീരൂ. എന്നാലാണ് എല്ലാ ബന്ധങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുക. അതുകൊണ്ട് ആരിഫീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് മരണമെന്ന് കേൾക്കുമ്പോൾ ഭയമല്ല ഉണ്ടായിരുന്നത്, അതിനോട് വല്ലാത്ത ആർത്തിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കാരണം എന്താ? ഒരു ബന്ധത്തിന് പോലും ഇട നൽകാതെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മുഹൂർത്തം വരാൻ പോവുകയാണ്. അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ഒരു മഹാന് ഒരു മലൻ്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ ഞാൻ കുറേ ആയി നിന്നെ കാത്തിരിക്കുന്നു. നീ നിന്നിലേക്ക് എന്നെ വിളിക്കുന്നില്ലല്ലോ റബ്ബേ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയണില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സ്വമേധയാൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് തക്ലീഫില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? പരമാനന്ദത്തിൽ മുങ്ങിലയിച്ച ആ മനുഷ്യന് ഈ ലോകത്തിനെ കുറിച്ച് ഒരു ബോധ്യമല്ല. മനസ്സിലാണ്? എല്ലാം മാഞ്ഞുപോയി. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഇപ്പം അള്ളാഹു മാത്രമേ മൂപ്പര് മുമ്പിലുള്ളൂ. ആ ഒരവസ്ഥയിൽ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ മലൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി മരണപ്പെട്ടു. മഹാന്മാർ പറയുന്നുണ്ട് ആ വ്യക്തിക്ക് എന്തില്ല?
ബോധമല്ല, ബുദ്ധി എന്ന് പറയുന്ന സാധനം അയാൾക്കില്ല. അയാൾ ഉഖലാഉൽ മജാനീനാണ്. അള്ളാഹു എന്ന് പറയുന്ന ആ പരമാനന്ദത്തിൽ അങ്ങ് പ്രാപിച്ചു കഴിഞ്ഞു, പിന്നെ ഈ ലോകവുമായിട്ടൊരു ബന്ധമല്ല. ആ ഒരവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന കിതാബിൽ അല്ലാമ സുഹ്റവർദി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മരണം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് പരമാനന്ദത്തിലേക്കുള്ളൊരു കവാടാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ജീവിത യാഥാർത്ഥ്യത്തിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടാവും. അത് നമ്മൾ ദുന്യാവിൽ നിന്ന് തന്നെ നീക്കി മരണമെന്ന് പറയുന്ന ആ അവസ്ഥയിൽ എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ചിട്ട് അള്ളാഹുവിലേക്ക് പോകുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകണം. അതിൻ്റെ മുമ്പ് എല്ലാവരുമായുള്ള തഅല്ലുക്ക്, ഹൃദയവുമായുള്ള തഅല്ലുക്ക് നമ്മൾ മാറ്റുക. എങ്കിൽ ആ യാത്ര വളരെ മനോഹരമായിരിക്കും, ആ ഒരു സ്വീകരണം വളരെ മനോഹരമായിരിക്കും. അല്ലാതെ ആ പ്രതിബന്ധങ്ങളെയൊന്നും നീക്കാതെ അള്ളാഹുവിലേക്ക് ചെല്ലുമ്പോൾ ആ യാത്ര വളരെ പരിതാപകരവും അതുപോലെ തന്നെ പ്രയാസവുമായിരിക്കും. സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ ഒന്നുമില്ലാതെ, അതാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്ന സാഗരത്തിലേക്ക് നീ എടുത്തു ചാടുക. നിന്റെ എല്ലാ വസ്ത്രങ്ങളും നീ ഒഴിവാക്കി നഗ്നനായിക്കൊണ്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹു എന്ന് പറയുന്ന മഹാസാഗരത്തിലേക്ക് നീ എടുത്തു ചാടണം. എന്താ നഗ്നനായിട്ടെന്ന് പറഞ്ഞാൽ? ഒരു ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല, ഒരു നൂലിഴ ബന്ധം പോലും പാടില്ല. അങ്ങനെ നീ അതിൽ പ്രാപിക്കണം എന്ന് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ എല്ലാ ബന്ധങ്ങളെയും ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹൃദയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? വിച്ഛേദിക്കുക. ഹൃദയം അല്ലാഹു തആലാക്ക് മാത്രം കൊടുക്കുക. അങ്ങനത്തെ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.